എൻലൈറ്റ്മെൻ്റ് ആകുന്നത് മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കുമോ? മാനിഫെസ്റ്റല്ല, വിഷ്വലൈസേഷൻ അതിലൊരു പാർട്ടുണ്ട്. കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ എൻലൈറ്റൻഡ് ആയ വ്യക്തിയല്ല. പക്ഷേ നമ്മൾ ഇപ്പം ഓരോ ഇനിഷ്യേഷൻ 1, 2, 3, 4 സമയത്താണ് നമ്മൾ ഒരു എൻലൈറ്റൻഡ് ആയത് വേണം പറയാം. അപ്പോൾ അത് പല പർപ്പസ് ഉണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അവയർനെസ് ആണ്. മൈൻഡ് ഇല്ലാത്തൊരു സ്റ്റേറ്റ്, നമ്മൾ ഫുള്ളി അവെയർ ആവുകയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ കൈകളുടെ ഈ മൂവ്മെൻറ്റ്സ് പോലും നമ്മൾ അവെയർ ആവണം. അത്രയും ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക എൻലൈറ്റ്മെൻറ്റ്. പക്ഷേ അതിൽ കുറേ ടെക്നിക്സ് നമ്മൾ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തുന്ന പ്യൂരിഫിക്കേഷനാണ് മെയിൻ. നമ്മൾ എത്രയോ ആൻഷ്യൻ്റ് കാലം മുതലുള്ള സംഭവങ്ങളുടെ ആ ഒരു എഫക്ട്സ്, ആ ഒരു തോട്ട് പാറ്റേൺസ്, അതിൻ്റെ ഐഡിയാസ്, അതിൻ്റെ ഒരു പല തോട്ട് ഫോംസ്, അതിൻ്റെ ഫീലിംഗ്, ഇമോഷൻ, ഇതെല്ലാം തന്നെ നമ്മുടെ ഓറയിലും ചക്രയിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, ആൻഷ്യൻ്റ് കാലത്തെ സംഭവങ്ങൾ വരെ. അപ്പം അതെല്ലാം തന്നെ എടുത്ത് ആ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാണ്. പ്യൂരിഫൈ ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി കുട്ടപ്പനാവണം. അപ്പോൾ അങ്ങനെ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ഓഫ് ലവ്, ഫുൾ ഓഫ് കമ്പാഷൻ, ഇത്രയും ആ ലെവലിലേക്ക് നമ്മൾ മാറണം. നമ്മളിവിടെ ആയി വെച്ച് ഇറക്കുന്ന ടീമാണല്ലോ. അപ്പം പ്യൂരിഫിക്കേഷനാണ് സത്യം പറഞ്ഞാൽ മെയിൻ. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എൻലൈറ്റ്മെൻറ്റ് ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും.